ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. In the beginning there was the word and the word was with God and word was God. വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ വസിച്ചു. That is Jesus Christ. The word becoming flesh and living among us is Jesus our Savior. ദൈവത്തിന്റെ വചനമാണ് ഏറ്റവും ശക്തിയേറിയത്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ രൂപാന്തരം ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും വീണ്ടും ദൈവത്തിന്റെ തിരുവചനത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ ഭാഗ്യം തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രി ദൈവം നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ദൈവം നമ്മെ വിടുവിക്കാൻ പോവുകയാണ്. ദൈവം നമ്മെ സൗഖ്യമാക്കുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ വചനം വീണ്ടും കേൾക്കുവാൻ എല്ലാവർക്കും ഒരുങ്ങിയിരിക്കാം. ഇന്ന് രാത്രിത്തെ ധ്യാനത്തിനായി സങ്കീർത്തനം 29:3 യഹോവയുടെ ശബ്ദം വെള്ളത്തിന്റെ മീതെ മുഴങ്ങും. ദൈവത്തിന്റെ ശബ്ദം വെള്ളത്തിന്റെ മീതെ മുഴങ്ങും. ആദി ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ശൂന്യമായ ഇരുണ്ട ഭൂമിയിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഇന്ന് കാണുന്ന മനോഹരമായ ഭൂമിയെ ഉളവാക്കുവാൻ ഇടയാക്കിയത്. ശൂന്യമായ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ വെള്ളത്തിന്റെ മേലൊരു മുഴക്കമുണ്ടായി. ഹല്ലേലൂയ. എന്താ നമ്മളിപ്പോ വായിച്ചത്? വെള്ളത്തിന്റെ മേൽ മുഴങ്ങുന്ന ദൈവത്തിന്റെ ശബ്ദം ഉണ്ടാകട്ടെ എന്ന് സംസാരിച്ച ദൈവത്തിന്റെ ശബ്ദം വലിയൊരു വെള്ളത്തിന്റെ മേൽ, ഒന്നുമില്ലാതെ കിടന്ന വെള്ളത്തിന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ശബ്ദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാദ്യം അന്ധകാരം നീങ്ങിപ്പോയി. ദൈവത്തിന്റെ വചനം ശബ്ദിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ ഇരിക്കില്ല. ഒത്തിരി ആൾക്കാർക്ക് വെറുതെ ദൈവവചനം കേൾക്കാൻ ഇഷ്ടമാണ്. വെറുതെ ഈ കാതിന്റെ ഒരു സുഖത്തിന് ആ പരിപാടി ഇന്ന് അവസാനിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ദയവ് ചെയ്ത് വെറുതെ കേൾക്കാൻ ആരും ഇവിടെ വരരുത്. വെറുതെ കേൾക്കാൻ TV ഓൺ ചെയ്യരുത്. കേട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ വചനത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഒന്ന് ഈ ഫാൻ കറങ്ങും, അല്ല ലൈറ്റ് അടിക്കും. തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തും കറണ്ട് അടിക്കും. തൊട്ട് വെറുതെ ഇലക്ട്രിസിറ്റിയെ തൊടുന്ന ആരെങ്കിലും ഉണ്ടോ? ചുമ്മാതെ ചന്തയ്ക്ക് പോകാം, ചുമ്മാതെ ഐസ്ക്രീം തിന്നാം, ചുമ്മാതെ വെറുതെ എവിടെയെങ്കിലും കുത്തിയിരുന്ന് വർത്തമാനം പറയാം. ചുമ്മാതെ ഇലക്ട്രിസിറ്റിയെ തൊടാൻ പറ്റുമോ? തൊട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും. അതുപോലെ ശക്തിയുള്ള ഒരു സംഭവമാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. Oh, glory to God. ചുമ്മാതെ തൊടാൻ പറ്റുകയില്ല. തൊട്ട് കഴിഞ്ഞാൽ ആ വചനം പ്രവർത്തിക്കും. അതിന് ചെയ്യാനുള്ള ചില ഉദ്ദേശങ്ങൾ ഇന്ന് രാത്രി അത് നിവർത്തിക്കാം. അത് വെള്ളത്തിന്മേൽ പ്രവർത്തിച്ചു. അതിനൊരു ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. അത് എന്ത് ശബ്ദമാണ്? മീതെ ഈട്ടി മുഴക്കം പോലുള്ളൊരു ശബ്ദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദവും വചനവും തമ്മിൽ ബന്ധമുണ്ട്. വചനം വരുന്നത് എവിടുന്ന? ദൈവത്തിന്റെ ശബ്ദത്തിൽ കൂടെയാണ്. എൻ്റെ ശബ്ദത്തിൽ കൂടെയാണ് ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ വരുന്നത്. വർഷങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ ശബ്ദം എങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. സ്ഥിരമായി കേൾക്കുന്ന കുടുംബത്തിലുള്ള മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ എപ്പോൾ വേണേലും ഓർക്കാൻ പറ്റും. നിങ്ങൾക്ക് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ശബ്ദം ഓർക്കില്ലേ? മരിച്ചു കഴിഞ്ഞാലും ആൾക്കാർ ആ ശബ്ദം ഓർക്കും. ദൈവത്തിന്റെ ശബ്ദം ഒരിക്കൽ കേട്ടാൽ മറക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ആ ശബ്ദത്തിലൂടെയാണ് ദൈവത്തിന്റെ വചനം വരുന്നത്. ദൈവത്തിന്റെ ശബ്ദം ഇടിമുഴക്കമുള്ളൊരു ശബ്ദമാണ്. ദൈവം ലോകത്തിന്റെ വെളിച്ചമാണെങ്കിൽ ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ വെളിച്ചങ്ങളെയും സൃഷ്ടിച്ച ദൈവമാണ്. ദൈവത്തിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമാണെങ്കിൽ ഇന്ന് ലോകത്തിൽ കേൾക്കുന്ന എല്ലാ ശബ്ദവും അതിന്റെ വകഭേദങ്ങളാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം. ശാന്തമായി സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം. ഒരു ചെറിയ വിസ്പർ പോലെ. വിസ്പർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ
നമ്മൾ സുകാര്യം പറയുന്നത് പോലെ ദൈവം സംസാരിക്കും. കിളികൾക്ക് ശബ്ദം കൊടുത്ത ദൈവത്തിന്റെ ശബ്ദത്തിൽ നിന്നാണ് ആ ശബ്ദം. ആനയ്ക്ക് ശബ്ദം കൊടുത്ത ആ ശബ്ദം ദൈവത്തിന്റെ ശബ്ദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഡോൾഫിന് കൊടുത്തിരിക്കുന്ന അൾട്രാസോണിക് ശബ്ദം വന്നിരിക്കുന്നത് ആനയ്ക്ക് ഇൻഫ്രാസോണിക് ആണ്, നമ്മുടെ ശബ്ദത്തിന്റെ കീഴെയാണ്. 25 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ആനക്കൂട്ടത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കുന്ന അവിടെ കേൾക്കാൻ പറ്റും. ഇൻഫ്രാസോണിക് സൗണ്ടാണ്, നമുക്ക് കേൾക്കാൻ പറ്റില്ല. തണ്ടർ ഓഫ് ദ ജംഗിൾ. സൂപ്പർസോണിക് സൗണ്ട് ആണ് ഡോൾഫിന് കൊടുത്തിരിക്കുന്നത്. മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ റേഞ്ച് ഉള്ള സൗണ്ടാണ്. ദൈവത്തിന്റെ ശബ്ദത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന പേരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ ദൈവശബ്ദം കേൾക്കാറുണ്ടോ? അത് ആണുങ്ങളുടെ കൂട്ടാണോ പെണ്ണുങ്ങളുടെ കൂട്ടാണോ? ടെന്നറാണോ ബേസ് ആണോ? ദൈവശബ്ദം കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ 10-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. വായി നോക്കികൾ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ടോ? ചിലപ്പോ പിടിക്കാൻ വായി നോക്കിയുടെ പുറത്തോട്ടും ദൈവം സംസാരിക്കും, പക്ഷെ ആടുകൾ എന്നും കേൾക്കും. പ്രൈസ് ദി ലോർഡ്. നീ വഴികെ പോകുമ്പോൾ നിന്റെ മേൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ഇഫ് ഗോഡ് ഹാസ് എ പ്ലാൻ ഇൻ യുവർ ലൈഫ്, ആസ് യു ഗോ അസ്ട്രേ ഫ്രം ലൈഫ്, ഗോഡ് വിൽ സഡൻലി സ്പീക്ക് ടു യു. ഹല്ലേലൂയ. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഒരു ശബ്ദം കേട്ടു, ശൗലേ ശൗലേ എന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം. ദൈവം ഇന്ന് രാത്രി ചിലരെ വിളിക്കുന്നുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. യഹോവ ഇടയനാണെങ്കിൽ അവൻ ആടുകളെ പേര് പറഞ്ഞ് വിളിക്കും. ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങളുടെ കാതുകളെ ദൈവം ഇന്ന് രാത്രിയിൽ ഒന്ന് ട്യൂൺ ചെയ്യുമാറാകട്ടെ. ഇതുവരെയും ദൈവശബ്ദത്തിന് വേണ്ടി ട്യൂൺ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ട്യൂൺ യുവർ ഇയേഴ്സ് ഫോർ യുവർ മാസ്റ്റേഴ്സ് വോയിസ് and silently spend time listening to his soft voice. Hallelujah, hallelujah. ഈ ശബ്ദത്തെ കുറിച്ച് വേഗം ഞാൻ 4-5 കാര്യം വായിക്കട്ടെ. 5-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? വേഴ്സ് 5, 29, സങ്കീർത്തനം 29:5. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, ബ്രേക്സ് ദ സെഡാർസ്. എന്താ അങ്ങനെ പറയാൻ കാര്യം? കൊന്നപ്പത്തെ തകർക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, അത് നമ്മൾ തല്ലിയാലും ചിലപ്പോൾ തകർന്നു പോകും. ദേവദാരുവിനെ മുറിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്തെ ഡ്രില്ലൊക്കെയാണ് ഇങ്ങനെ ഡ്രന്നടിക്കുന്നത്. ഈ ഡ്രില്ലില്ലാത്ത കാര്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞപ്പോൾ വേഗം പൊട്ടാത്തൊരു മരമാണ് ദേവദാരു. ദൈവത്തിന്റെ ശബ്ദത്തിന് ദേവദാരുവിനെ തകർക്കാൻ സാധിക്കും. ഒത്തിരി പ്രാവശ്യം ദൈവവചനം കേട്ടിട്ടും തകരാത്ത ചില മനുഷ്യന്റെ ഹൃദയമുണ്ട്. അത് ദേവദാരുവിനെക്കാട്ടിലും കട്ടിയാണ്. ഇവിടെ അങ്ങനെ ആരുമില്ല. ഇവിടെ ദേവദാരുവിനെക്കാട്ടിലും മിനുസമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം സങ്കീർത്തനം 29 പറയുന്നു, ദൈവത്തിന്റെ വചനം വനത്തിലെ ഏറ്റവും ഘനമുള്ള വൃക്ഷമായ ദേവദാരുവിനെ തകർക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തെ ഇന്നൊന്ന് തൊടുമാറാകട്ടെ. വിഷമിക്കണ്ട, ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടും. ദൈവത്തിന്റെ വചനത്തിന്റെ സ്പർശനം ഹൃദയത്തിൽ വരുമ്പോഴാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. ദേവദാരുവിനെ തകർക്കുന്ന ആ ശബ്ദം നമ്മുടെ ഹൃദയത്തിനൊരു രൂപാന്തരം തെരുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശബ്ദം ദേവദാരുവിനെ തകർക്കുന്നു. ഹല്ലേലൂയ. ഈ ദേവദാരുവിനെ തകർക്കുന്ന ശബ്ദം ചിലപ്പോൾ കേൾക്കാതെ തകർന്നു പോകും കേട്ടോ. ഒരു 200 ദേവദാരു പെട്ടെന്ന് താഴെ വീഴുമ്പോഴാണ് അതുവഴി ശബ്ദം പോയെന്ന് കേൾക്കുന്നത്. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ ഇതുവഴി TV-യുടെ ശബ്ദം പോകുന്നുണ്ട്, നിങ്ങൾ ആരും കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഇതുവഴി കുറെ ഇന്ന് കേരളത്തിൽ വിളിക്കുന്ന മൊബൈൽ ഫോണിന്റെ ശബ്ദം മുഴുവനും ഇപ്പൊ ഈ പ്രാർത്ഥനാ ഹാളിൽ കൂടെ പോകുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കോള് കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ കേൾക്കാത്ത കുറെ ഇലക്ട്രോണിക് ശബ്ദങ്ങൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ, കേൾക്കാതെ ഒരു വനത്തിലുള്ള സെഡാർസിനെ മുഴുവൻ തകർക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയേറിയ ശബ്ദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശൗലേ ശൗലേ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ആ ശബ്ദം അവിടെ കേട്ടത് ശൗല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നെ വിളിക്കുന്ന ശബ്ദം അടുത്തിരിക്കുന്ന ഭാര്യ ചിലപ്പോൾ കേട്ടെന്ന് വരികയില്ല. അത് സ്പെസിഫിക് നിന്റെ ചെവിയുടെ ഉള്ളിലോട്ടാണ് കയറാൻ പോകുന്നത്, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലോട്ടാണ് കയറാൻ പോകുന്നത്. ഏത് ദേവദാരുവിനെ വീഴിക്കണമെന്ന് വിചാരിച്ച് ദൈവം ഒരു ശബ്ദത്തെ വിട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ പുറത്ത് തന്നെ ഇന്ന് രാത്രി വീണിരിക്കും. ആ ദേവദാരുവിനെ അവൻ തകർക്കും. ഇനി അടുത്ത സംഭവം, അടുത്ത വാക്യം വായിച്ചു. തകർക്കുന്നു.
ഈ ശബ്ദം കേൾക്കുന്ന ലെബാനോൻ തുള്ളാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ പെന്തക്കോസ്തുകാർ തുള്ളുന്നത്. ചിലർക്ക് ഈ തുള്ളൽ ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. പല ടൈപ്പ് തുള്ളലുണ്ട്. ഈ ശബ്ദം കേട്ട് തുള്ളുന്നതും കേൾക്കാത്ത തുള്ളുന്നതുമുണ്ട്. ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ അറിയാതെ തുള്ളാൻ തുടങ്ങും. ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ തുള്ളില്ല എന്നും പറഞ്ഞിരിക്കുന്നവർ. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളെ തുള്ളിക്കും. ദൈവത്തിന്റെ ശബ്ദം ഒരു വനത്തെ മുഴുവൻ തുള്ളിക്കുന്ന ശബ്ദമാണ്. കോരല്ല പറഞ്ഞത്, സങ്കീർത്തനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ലെബാനോനെ കാളക്കുട്ടിയെ പോലെ, കാട്ടിൻ പോലെ, കുട്ടിയെ പോലെ തുള്ളിക്കുന്നു. ഒരു മരത്തെ തുള്ളിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളൊന്നും കാട്ടുപോത്തിന്റെ കുട്ടിയെ കണ്ടിട്ടില്ല, ഓർഡിനറി പശുക്കുട്ടിയെ കണ്ടിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ. അത് തുള്ളുന്ന കണ്ടിട്ടുണ്ടോ? ആ തുള്ളലിന് ഒരു പ്രത്യേകതയാണ്. കാരണമൊന്നും വേണ്ട. അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചാടും, കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒന്ന് ചാടും, 10 മിനിറ്റ് എന്തോ ആലോചിച്ചിട്ട് പിന്നെയും ചാടും. പോയി പശുക്കുട്ടിയോടൊന്ന് ചോദിക്കും, നിങ്ങളെന്തിനാ ഇങ്ങനെ തുള്ളുന്നത്? പശുക്കുട്ടി പറയും, അയ്യോ ഞാനൊരു പ്രത്യേക കാര്യത്തിന്റെ പുറത്താ തുള്ളുന്നത്. ആണോ? അല്ല, ആ പശുക്കുട്ടിക്ക് ഒരു കാരണമില്ല, അത് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യന്റെ തുള്ളലിന്റെ കാരണം അവനെ പാപത്തിൽ നിന്ന് ദൈവം വീണ്ടെടുത്തു, അവനെ രോഗത്തിൽ നിന്ന് ദൈവം വീണ്ടെടുത്തു. നിങ്ങൾ കാരണം ചോദിക്കേണ്ട, അവൻ തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ മാധുര്യം ഒന്ന് നോക്കിക്കേ. ഒരു കാളക്കുട്ടി ചുമ്മാതെ കിടന്ന് തുള്ളുന്നത് പോലെ ഒരു ലെബാനോനെ തുള്ളിക്കാൻ ദൈവത്തിന് സാധിക്കും. ചില പ്രായം ചെന്ന അപ്പച്ചനും അമ്മച്ചിമാരും ഇവിടെ ഇരിപ്പുണ്ട്, എനിക്കറിയാം. അവരിപ്പോ ചിന്തിക്കുക, ഞങ്ങൾ തുള്ളി ഒരു കാലമുണ്ട്, ഇനിയും തുള്ളാൻ പറ്റുമോ? തുള്ളും. ദൈവത്തിന് മരത്തെ തുള്ളിപ്പിക്കാമെങ്കിൽ ചില വയസ്സനെയും വയസ്സേയും നിഷ്പ്രയാസം തുള്ളിപ്പിക്കാം. ഹല്ലേലൂയ. എന്താ കാരണം എന്നറിയാമോ? 150 വയസ്സുള്ള ദൈവം യുഗാന്തത്തിന് മുമ്പുള്ള 150 വയസ്സുള്ള ഒരു മനുഷ്യൻ യുഗങ്ങളുടെ മുമ്പിലുള്ള ദൈവത്തെ, യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനെ, യുഗങ്ങളുടെ തുടക്കത്തിൽ തന്നെയുള്ള ദൈവത്തെ പോയി കണ്ടു കഴിയുമ്പം കൊച്ചു മകനെക്കാട്ടിലും പ്രായം കുറവാണ്. ഹലോ. അതുകൊണ്ട് ഇവിടെ പ്രായമുള്ളവരാരുമില്ല. ദൈവത്തിന്റെ മഹത്വം. ഇവിടെ ഇരിക്കുന്നവരെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഹല്ലേലൂയ. വചനം കേൾക്കുന്നവൻ എത്ര വയസ്സാണേലും അവൻ തുള്ളും. ഹല്ലേലൂയ. അങ്ങനെ തുള്ളുമ്പോഴാണ് നിന്റെ മുട്ടുവേദന പോകുന്നത്, അങ്ങനെ തുള്ളുമ്പോഴാണ് നിന്റെ പുറം വേദന പോകുന്നത്, അങ്ങനെ തുള്ളുമ്പോഴാണ് ആരോഗ്യം വരുന്നത്. ഇനി ആ പശുക്കിടാവിനോടൊന്ന് ചോദിച്ചേ, നീ തുള്ളുന്നതിന്റെ രഹസ്യം എന്താ? എന്റെ മുട്ടുകളൊന്ന് ഉറയ്ക്കണം, ഞാൻ പെറ്റിങ്ങോട്ട് വീണിട്ടേ ഉള്ളൂ, എനിക്ക് നടക്കാനൊന്ന് പഠിക്കണം. അതുകൊണ്ടാണ് കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്ക് വിശ്വാസിയുടെ കയ്യടിയും തുള്ളലും സ്വോത്രവും ഒക്കെ കുറയുന്നത്. ഹലോ. ദൈവം നിങ്ങളെ അവസാനം വരെ തുള്ളിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വീണ്ടും വായിക്കാം, ദൈവത്തിന്റെ വചനത്തിന്റെ ഗുണം വായിക്കാം, ശബ്ദത്തിന്റെ ഗുണം. യഹോവയുടെ ശബ്ദം it splits fire. The voice of God is able to split the fire. ഒരു തീയെ കെടുത്തണമെങ്കിൽ ഒന്നി വെള്ളം വേണം, ഹലോ, അല്ലെ ഐസ് വേണം, അല്ലെങ്കിൽ സോപ്പ് വേണം, അല്ലെങ്കിൽ ഫാനോ കാറ്റോ വേണം. ശബ്ദമടിച്ച് എവിടെങ്കിലും തീയെ രണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇതാണ് ദൈവശബ്ദത്തിന്റെ പ്രവൃത്തി. കാറ്റുകളെ ഉണ്ടാക്കിയവൻ, ശബ്ദങ്ങളെ മെനഞ്ഞവൻ, വെളിച്ചത്തെ അതിന്റെ സ്ഥാനങ്ങളിൽ നിർത്തിയ ദൈവം ഇന്ന് രാത്രി ആളുന്ന തീകളെ രണ്ടാക്കാൻ പോകുകയാണ്. തീക്ക് നിന്നെ ദഹിപ്പിക്കാൻ സാധിക്കുകയില്ല. നീ എത്ര വലിയ അഗ്നിയുടെ മധ്യത്തിലാണേലും അതിനെ രണ്ടാക്കി ഇറങ്ങി വരുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശദ്രക്, മേശക്, അബേദ്നെഗോ തീയുടെ മധ്യത്തിൽ കിടന്നപ്പോൾ ദൈവത്തിന്റെ ശബ്ദമായ ദൈവപുത്രൻ, മനുഷ്യപുത്രൻ അതിന്റെ നടുക്കേട്ട് ഇറങ്ങി വന്ന് തീയെ രണ്ടാക്കി മുറിച്ചു. അതിന്റെ ഉള്ളിൽ അവർ 4 പേരും നടക്കുന്നത് രാജാവ് കാണുവാനിടയായി തീർന്നു. തീയെ മുറിക്കുന്നൊരു ശബ്ദം. അതുകൊണ്ടാണ് തീ നിന്നെ ദഹിപ്പിക്കുകയില്ല. തീയെ നശിപ്പിക്കുന്ന ഒരു ദൈവ ശബ്ദം, തീയെ പിളർക്കുന്ന ഒരു ദൈവ ശബ്ദം ഇന്ന് രാത്രി ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. It divides the flames and fire. What a beautiful voice of God. ഇത്രയൊക്കെ മനോഹരമായ ദൈവത്തിന്റെ ശബ്ദത്തെ കുറിച്ച് 2 വാക്കുകൊണ്ട് പറയാൻ പറ്റുമോ?
പലരും എന്തൊക്കെ വന്ന് ചോദിച്ചേച്ചു പോകും ദൈവത്തിന്റെ ശബ്ദത്തെക്കുറിച്ച്. ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും സഹോദര. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സങ്കീർത്തനം പല പ്രാവശ്യം വായിച്ചേര് പിടിയിരുന്ന് കണ്ണു തള്ളുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും വായിക്കാം, തുടർന്ന് വാക്യം വായിച്ചോളൂ. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു. ഒരു മിനിറ്റ്. മലകളെ കുലുക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. വനങ്ങളെ തോലുരുപ്പി മാറാക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവത്തിന്റെ ശബ്ദമാണ് വനങ്ങളെ ചാടിപ്പിക്കുന്നത്, ലെബാനോനെ തകർക്കുന്നത്. ഇനിയും ആരെ കൂടെ തൊടുന്നുണ്ട് ദൈവത്തിന്റെ ശബ്ദം? മരുഭൂമിയെ, വരണ്ടിരിക്കുന്ന, ഒരു വൃക്ഷം പോലുമില്ലാത്ത, ഏകാന്തമായിരിക്കുന്ന, ചൂടേറിയ, തിന്മ നിറഞ്ഞ, മുള്ളുകളും പറക്കാരെയും മാത്രമുള്ള മരുഭൂമിയെയും ദൈവത്തിന്റെ വചനം തൊടും. ദൈവത്തിന്റെ ശബ്ദത്തിന് നിന്റെ വരണ്ട അവസ്ഥയും തൊടുവാൻ സാധിക്കും. ദൈവത്തിന്റെ ശബ്ദത്തിന് മരുഭൂമിയുടെ മേൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. ദൈവത്തിന്റെ ശബ്ദത്തിന് മരുഭൂമിയെ ഏതനാക്കി മാറ്റുവാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 51:3 അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ദൈവം ഇസ്രായേലിനെ, സിയോനെ ആശ്വസിപ്പിക്കും. അതിന്റെ മരുഭൂമിയെ അവൻ ഏദൻ പോലെയാക്കും. മരുഭൂമിയുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവശബ്ദം ആഴങ്ങളുടെ മേൽ പ്രവർത്തിക്കും, മലകളുടെ മേൽ പ്രവർത്തിക്കും. ഒന്നുമില്ലാതെ കിടക്കുന്ന, വരണ്ട് കിടക്കുന്ന മരുഭൂമിയുടെ മേൽ പ്രവർത്തിക്കും. സിയോന്റെ മേൽ ദൈവത്തിന്റെ പ്രവർത്തനം, സിയോന്റെ മരുഭൂമിയുടെ മേൽ. വേണേ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വാക്യം വായിച്ചു. ഐസായ 51:3, യെശയ്യാ പ്രവചനം 51:3 വാക്യം. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, ശൂന്യ സ്ഥലങ്ങളെയും മരുഭൂമിയെയും അവൻ ആശ്വസിപ്പിക്കുന്നു. അടുത്ത വാക്യം, അതിന്റെ വേദനയെ പോലെ അവൻ മാറ്റുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു പ്രത്യേകത, മരുഭൂമിയെ ഏതനാക്കാൻ കഴിയും. God's voice can change desert into beautiful garden. If your family is looking like a desert, never mind. If your life is looking like a desert, never mind. God can make it into a beautiful garden. വരണ്ടിരിക്കുന്ന ജീവിതത്തെ മനോഹരമായ ഒരു ഉദ്യാനമാക്കി മാറ്റുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദത്തിന് കഴിവുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, ശബ്ദത്തിന്റെ പ്രത്യേകത എത്രമാത്രമാണ്. ഇത്രയും ശബ്ദമുള്ള, അനുഗ്രഹിക്കപ്പെട്ട ശബ്ദമുള്ള ദൈവമാണ് പാട്ടുപാടുവാൻ ലൂസിഫറിന് ഭാഗ്യം കൊടുത്തത്. അവന്റെ അഹങ്കാരം അവനെ ഇടിച്ച് താഴ്ത്തി. ഹല്ലേലൂയ. ഇത്രയും നല്ലവണ്ണം ശബ്ദമുള്ള ദൈവമാണ് അനേകം മനോഹരമായ പക്ഷികൾക്ക്, കുയിലുകൾക്ക് പാട്ടിനെ കൊടുത്തത്. ഇത്ര നല്ല ശബ്ദമുള്ള ദൈവമാണ് എനിക്കും നിനക്കും ശബ്ദം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം തന്ന ശബ്ദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശബ്ദം ദൈവത്തിന്റെ വചനത്തെ ഘോഷിക്കുവാൻ ദൈവം അനുവദിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തന്ന നിങ്ങളുടെ ശബ്ദങ്ങൾ വചനത്തിന്റെ ശബ്ദങ്ങളായി മാറുവാൻ ഇന്ന് രാത്രി ദൈവം കൃപ തരുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും വായിൽ കൂടെ ദൈവത്തിന്റെ വചനമൊഴുകുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. ഇനിയും 2 കാര്യം കൂടെ ആ അധ്യായത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. വായിച്ചോളൂ. അവൻ കാദേശ് മരുവിനെ നടുക്കുന്നു. ശ്രദ്ധിച്ചേക്കണേ, ഈ അധ്യായത്തിൽ നിന്ന് അവസാന 2 കാര്യമാണ്. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുന്നു. ഗൈനക്കോളജിസ്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് സന്തോഷമാണ്. പിറ്റോസിനെക്കാട്ടിലും അവരുപയോഗിക്കുന്ന എല്ലാ പുതിയ മരുന്നുകളെക്കാട്ടിലും ഒരു ഗർഭത്തെ വെളിയിൽ കൊണ്ടുവരുവാൻ തക്കോ പ്രസവിക്കാതെ കാത്തിരിക്കുന്ന ചില സംഭവങ്ങളെ, വെളിയിലോട്ട് വരാൻ മടിച്ചു നിൽക്കുന്ന ചില വാഗ്ദത്തങ്ങളെ, ചില നാളുകളായി ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില പദ്ധതികളെ ഒരു വാക്കിനാൽ പ്രസവിപ്പിക്കുന്ന ദൈവശബ്ദത്തായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം മാൻപേടകളെ, അത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ? 9 വാക്യം, Psalms 29:9. The voice of the Lord. What is that?
The voice of the Lord. Deer give birth. Yes. And strips of the forest bare. രണ്ട് കാര്യം അവിടെ പറയാനുള്ളത്. ഒന്ന്, അത് മാൻപേടകളെ പ്രസവിപ്പുമാറാക്കുന്നു. It gives birth. It helps the delivery of animals. Hallelujah. കോന്നിയിൽ ആനക്കൂട്ടി ചെന്നപ്പോൾ ഒരാനയെ പ്രസവിപ്പിക്കാൻ അതിൻ്റെ സഹോദരിമാർ സഹായിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്ന വായിക്കാൻ പറ്റി. സഹോദരി ആനമാർ ഒരു ആനയുടെ ഡെലിവറി എടുക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ വാക്കുകൊണ്ട് എല്ലാ ഡെലിവറിയും എടുക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. കുറേ നാളുകളായി നിങ്ങളുടെ ഉള്ളിൽ ഗർഭം ധരിച്ച ചില നല്ല ആലോചനകൾ, ചില നല്ല വചനങ്ങൾ, ചില നല്ല വാഗ്ദത്തങ്ങൾ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ചില നല്ല പദ്ധതികൾ ഇന്ന് പ്രസവിച്ച് വെളിയിൽ വന്ന് അതിന്റെ രൂപം കൊള്ളുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. അതിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളെയും അഴിക്കട്ടെ. God is able to give birth to many things that are hidden in your heart. God is able to give birth to many new processes in your life and projects and visions and plans for your children. Hallelujah. അങ്ങനത്തെ ചില പദ്ധതികൾ ഇന്ന് രാത്രിയിൽ ഉത്ഭവിക്കാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാൻപേടകളെ പ്രസവിപ്പുമാറാക്കുന്ന ദൈവത്തിന്റെ വചനം. അടുത്ത വാക്യം, ഒറ്റ വനത്തെ ഒരുമിച്ച് ഒറ്റ വാക്കുകൊണ്ട് തോലുരിപ്പിക്കാൻ സാധിക്കും. ഞാനിത് വായിച്ചു 10 മിനിറ്റ് ആലോചിച്ചു. ദൈവമേ, വനത്തെ എന്തിനാണ് തോലുരിപ്പിക്കുന്നത്? വെറുതെ വിട്ടാ പോരെ? വനത്തിന്റെ ഉള്ളിൽ കയറി ചെല്ലണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. There are a lot of explorers, people who go into the forest. There are a lot of unexpected things inside the forest. ഒരു വനത്തിന്റെ ഉള്ളിൽ പ്രതീക്ഷിക്കാത്ത ഒത്തിരി സംഗതികൾ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന എല്ലാ മരത്തെയും വെളിയിൽ നിന്നുകൊണ്ട് ഒറ്റ സെക്കൻഡിൽ തൊലി പൊളിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാട് പിടിച്ച് കിടക്കുന്ന നിന്റെ ജീവിതാനുഭവത്തെ ഒരു സെക്കൻഡ് കൊണ്ട് വൃത്തിയാക്കിയെടുക്കുവാൻ കഴിയുന്ന സ്വർഗത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ പുല്ല് പറിക്കാൻ വീട്ടുകാരും നാട്ടുകാരും കൂലിക്കാരും കുറച്ച് പേരുണ്ടായിരുന്നു. ഇന്ന് പുല്ല് പറിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു 2 വർഷം മുമ്പ് വരെ വേലി കെട്ടിത്തരും, മതിൽ പണി തരും എന്നൊക്കെ പറഞ്ഞ് ബോർഡുകൾ ഞാൻ പല റോഡിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പുല്ല് പറിച്ചു തരുമെന്ന് പറഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ട്. ഒരു പുല്ല് ചെത്തി കൊടുക്കും. എന്നുവെച്ചാൽ പുല്ല് ചെത്താനുള്ള ഒരു മെഷീൻ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അതൊരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം പോയി എവിടെയെങ്കിലും ചെത്തിയിട്ട് 10,000 രൂപ പോക്കറ്റിൽ ഇടാനുള്ള പരിപാടിയുണ്ട്. നിന്റെ ജീവിതത്തിന്റെ കാടുമേടി നിറഞ്ഞിരിക്കുന്ന പുല്ലുകളെയും വനത്തെയും അതിന്റെ വൃക്ഷങ്ങളെയും ഒരു സെക്കൻഡ് കൊണ്ട് തോലുരിപ്പിക്കാൻ കഴിയുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ചില ചോലുരിപ്പ് ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില പ്രശ്നങ്ങൾ അത്ര കാട് പിടിച്ച് കിടക്കുകയാണ്, അത്ര ബുദ്ധിമുട്ടി കിടക്കുകയാണ്. God is able to strip that forest in 1 second. I thank God for this great voice that is here with us today and that is speaking to you. ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ശബ്ദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആയിരങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായി ടിവിയിലൂടെയും യൂട്യൂബിലൂടെയും ഇത് കേട്ട് അനുഗ്രഹം പ്രാപിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ. വേറൊരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 15:16. If you heed the voice of the Lord, I am the Lord who healeth thee. ദൈവം ആദ്യം കൊടുത്ത വാഗ്ദത്തമാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അത് പുറപ്പാട് പുസ്തകത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ആ വാഗ്ദത്തം കൊടുക്കുന്നതിന് മുമ്പ് എഴുതിയിരിക്കുന്നത് നീ ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ. 26 15:26. നീ യഹോവയായ ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടാൽ, അവൻ പ്രസാദമുള്ളത് ചെയ്താൽ, അനുസരിച്ച് ചെയ്താൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പുറപ്പാട് പുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഇസ്രായേലിന് ആദ്യം കൊടുത്ത പ്രോമിസ്, ദ ഫസ്റ്റ് പ്രോമിസ്. പക്ഷെ ഇതിന്റെ മുകളിലുള്ള കണ്ടീഷൻ എല്ലാവരും അങ്ങ് മറന്നുപോകും. എല്ലാവരും സൗഖ്യത്തിന് വേണ്ടി ഓടി നടക്കുക എല്ലായിടത്തും. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പെട്ടെന്ന് സൗഖ്യം വേണം. മാഗി നൂഡിൽസ് പോലെ ഇൻസ്റ്റന്റ് സാധനങ്ങളാണ്.
ഇൻസ്റ്റന്റ് സാധനം വേഗം മാറിപ്പോവും, യാതൊരു ഗുണവും ഉണ്ടാകുകയില്ല. അതിന് മുമ്പ് ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് 26-ൽ. എന്താണ്? നീ എൻ്റെ ശബ്ദം കേട്ടാൽ, അനുസരിച്ചാൽ, അവസാനം വരെയും ചെയ്ത് പ്രവർത്തിച്ച് നിന്നാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു ബാധയും നിനക്ക് വരികയില്ല. ദൈവത്തിന്റെ വചനം നീ കേൾക്കണം. ദൈവത്തിന്റെ വചനം കേട്ട് സൗഖ്യം പ്രാപിച്ചവർ തിരിച്ച് രോഗിയായി ഇരിക്കണമെങ്കിൽ നിങ്ങൾ തുടർന്നും വചനത്തിൽ നിലനിൽക്കണം. ദൈവത്തിന്റെ വചനമാണ് സൗഖ്യം നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. By his stripes you are healed. യേശുവിന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക്, യേശുവിന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ദൈവത്തിന്റെ വചനമാണ്. ആ വചനത്തിന്റെ പുറത്ത് അടി വീണ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് പുറപ്പെട്ടൊരു സംഭവമാണ് സൗഖ്യം. അതാണ് പുറപ്പാട് പുസ്തകത്തിൽ വാഗ്ദത്തമായി ദൈവം തന്നിരിക്കുന്ന സൗഖ്യം. മരുന്ന് കൊണ്ടല്ല സൗഖ്യം പ്രാപിക്കുന്നത്, ഇഞ്ചക്ഷൻ കൊണ്ടല്ല സൗഖ്യം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണറുകളാലാണ്. പാപത്തിന് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ചെലവായേനെ. അമ്മച്ചിയോട് ചീത്ത പറഞ്ഞതിന് ഒരു ടാബ്ലറ്റ്, അപ്പനെ തല്ലിയതിന് ഒരു ഇഞ്ചക്ഷൻ, കള്ളം പറഞ്ഞതിനൊരു പൊടിമരുന്ന്, ഇങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? ഇതിന് പൊടിമരുന്നില്ല സഹോദര. ഇല്ലാത്തതിന്റെ കാര്യം പാപം ലോകത്തിൽ നിന്നുണ്ടായതല്ല, പാപം പിശാച് വേറൊരു സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ്. അതിന്റെ മരുന്നും സ്വർഗത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് അവന്റെ പാപമോചനം ഉണ്ടാകുന്നത്. യേശുവിന്റെ കാൽവറി രക്തത്താൽ മാത്രമേ നമ്മുടെ പാപങ്ങൾ കഴുകിപ്പോകുകയുള്ളൂ. ലോകത്തിൽ പാപത്തെ ക്ഷമിപ്പാൻ ഒരു കുറുക്കു വിദ്യയുമില്ല. മല കയറിയത് കൊണ്ട് നിന്റെ പാപം ക്ഷമിക്കുകയില്ല. കോഴിക്കുഞ്ഞിനെ കൊടുത്തോണ്ട് നിന്റെ പാപം ക്ഷമിക്കുകയില്ല. മെഴുതിരി കത്തിച്ചോണ്ട് നിന്റെ പാപം പോകുകയില്ല. ഉരുണ്ടോണ്ടും ബഹളം ഉണ്ടാക്കിയോണ്ടും പാപം പോകുകയില്ല. ഒരു പരിപാടി ചെയ്താലും പാപം പോകുകയില്ല. പാപത്തിന്റെ പരിഹാരം കാൽവറിയിലാണ്. പാപത്തിന്റെ പരിഹാരം കാൽവറിയിലാണെങ്കിൽ എല്ലാ രോഗത്തിന്റെയും പരിഹാരം കാൽവറിയിലാണ്. അവന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ അവന്റെ വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ത്? സൗഖ്യം, ആരോഗ്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഫ്രീ ആയിട്ട് നമ്മുടെ കൂട്ടായ്മ വന്നിരുന്നാൽ മതി, തന്നെ സുഖം പ്രാപിച്ചോളൂ. ഇവിടെ ആരും തലേ കൈവെക്കേണ്ട കാര്യമില്ല, ഭാഭൂഭൂന്നൊന്നും പറയണ്ട. ഇവിടെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സൗഖ്യം ഇതിനകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. As you listen to the voice of God, healing will flow into your heart. As you decide to obey the word of God, healing will become permanent in your life. വചനത്തെ അനുസരിക്കാൻ നീ തീരുമാനിക്കുമ്പോൾ സൗഖ്യം നിനക്ക് നിത്യമായി ദൈവം ദാനം തരും.